ഫ്രഞ്ച് പടയുടെ കരുത്തൻ അത് കിലിയൻ എംബാപ്പയാണ്. ഈ യൂറോ കപ്പിൽ ബൂട്ടണിയുമ്പോൾ ആ 25-കാരൻ്റെ മനസ്സിൽ കിരീടമെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഫിഫ ഫൈനലിൽ പൊരുതി വീണപ്പോൾ ആ മുഖത്തെ സങ്കടം ഫുട്ബോൾ ലോകം കണ്ടതാണ്. ആ സങ്കടം കരുത്തായി ചെത്തിമിനുക്കി യൂറോ കപ്പിൽ ബൂട്ടണിഞ്ഞപ്പോൾ എംബാപ്പയെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ പരുക്ക്. ഫ്രഞ്ച് പടയും ആരാധകരും അവിടെ നിശബ്ദരായി. തങ്ങളുടെ കരുത്തൻ വീണുപോകുമോ എന്ന ഭയം അവരിൽ നിഴലിച്ചു. എംബാപ്പെ ഇല്ലാതെ കഴിഞ്ഞ മത്സരത്തിൽ കളത്തിലിറങ്ങിയ ഫ്രഞ്ച് പട അടിമുടി വിറച്ചതും ഫുട്ബോൾ ലോകം കണ്ടു. ഒരു ഗോൾ പോലും നേടാനാവാതെ ഫ്രഞ്ച് പട കാണികളെ നിരാശരാക്കി. നെതർലാൻഡ്സിന്റെ പ്രതിരോധം മറികടക്കാനാവാതെ നെടുവീർപ്പിടുമ്പോൾ ഫ്രഞ്ച് ആരാധകരും മാധ്യമങ്ങളും സൈഡ് ബെഞ്ചിലേക്ക് നിരന്തരം കണ്ണോടിച്ചു. അവരുടെ മുന്നേറ്റ നിരയിലെ കരുത്തൻ കിലിയൻ എംബാപ്പെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എല്ലാം കണ്ടുകൊണ്ട്. ഗ്രീസ്മാനും തുറാമും ജിറൗഡും അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്നത് കണ്ട് എംബാപ്പെ അസ്വസ്ഥനായി. തൻ്റെ ടീം തോറ്റുപോകുമോ എന്ന ഭയം ആ മുഖത്ത് നിഴലിച്ചു. എംബാപ്പെ കളിച്ച ആദ്യ അങ്കത്തിൽ ഫ്രാൻസ് എതിരില്ലാത്ത ഒരു ഗോൾ നേടി ഓസ്ട്രിയയോട് ജയിച്ചു കയറിയിരുന്നു. ഈ മാച്ചിനിടെ മൂക്കിന് പരിക്കേറ്റ് രക്തം വാർന്ന താരത്തിന് നെതർലാൻഡ്സിനെതിരെ കളിക്കാനായില്ല. ഗോൾ രഹിത സമനില വഴങ്ങിയതോടെ അടുത്ത മാച്ച് നിർണായകമായി. മൂക്കിന് പൊട്ടലുണ്ടെങ്കിലും സുരക്ഷയ്ക്കുള്ള ഫേസ് മാസ്ക് ധരിച്ച് എംബാപ്പെ കളിക്കുമെന്ന് ടീം വൃത്തങ്ങൾ വെളിപ്പെടുത്തി. മാസ്ക് ധരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ടീമിനൊപ്പം പരിശീലനം നടത്തിയിരുന്നു. ഇതോടെ ആരാധകർക്കുള്ളിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. ഓസ്ട്രിയയ്ക്കെതിരായ വിജയ ഗോൾ പിറന്നത് എംബാപ്പയുടെ മുന്നേറ്റത്തിലായിരുന്നു. 2 പ്രതിരോധ താരങ്ങളെ മറികടന്ന് എംബാപ്പെ തൊടുത്ത ക്രോസ് ചെറുക്കുന്നതിനിടെ സെൽഫ് ഗോൾ സംഭവിക്കുകയായിരുന്നു. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ സുവർണാവസരം എംബാപ്പെ പാഴാക്കുകയും ചെയ്തിരുന്നു. എംബാപ്പയെ ഫൗൾ ചെയ്തതിന് അനുവദിച്ച ഫ്രീ കിക്കിനിടെയാണ് പരിക്കേൽക്കുന്നത്. ഗ്രീസ്മാൻ ബോക്സിലേക്ക് നൽകിയ ക്രോസ് ഹെഡ് ചെയ്യുന്നതിനിടെ എംബാപ്പയുടെ മുഖം ഓസ്ട്രിയൻ പ്രതിരോധ താരത്തിന്റെ ചുമലിലിടിക്കുകയായിരുന്നു. പോളണ്ടിനെതിരെ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:30 ഫ്രാൻസിന്റെ അവസാന ഗ്രൂപ്പ് മത്സരം. ഇതേ സമയത്ത് ഗ്രൂപ്പിലെ നെതർലാൻഡ്സും ഓസ്ട്രിയയും ഏറ്റുമുട്ടും. നെതർലാൻഡ്സിനും ഫ്രാൻസിനും 4 പോയിന്റ് വീതമാണുള്ളത്. ഓസ്ട്രിയ 3 പോയിന്റ് നേടി 3-ാം സ്ഥാനത്താണ്. 4-മതുള്ള പോളണ്ട് 2 മത്സരങ്ങളിലും തോൽക്കുകയായിരുന്നു. എംബാപ്പയ്ക്ക് ഇന്ന് കളിക്കാനാകുമെന്ന് ഫ്രഞ്ച് മിഡ്ഫീൽഡർ ചൗമീനി പറഞ്ഞു. ഇക്കാര്യത്തിൽ രഹസ്യമാക്കാൻ ഒന്നുമില്ലെന്നും യുവേഫ നിയമപ്രകാരം മാസ്ക് ധരിച്ച് ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും റയൽ മാഡ്രിഡ് താരം പറഞ്ഞു. യൂറോ കപ്പിന് ശേഷം എംബാപ്പയും തന്റെ പുതിയ ക്ലബ്ബായ റയലിലേക്ക് ചേക്കേറുകയാണ്. ലോകോത്തര സ്ട്രൈക്കർമാരുണ്ടായിട്ടും ആദ്യ 2 മത്സരങ്ങളിലും ടീമിന് കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയാത്തതിലുള്ള നിരാശയും അദ്ദേഹം പങ്കുവച്ചു. ഗോൾ അടിക്കുക എന്നത് ടീമിന്റെ മൊത്തം ഉത്തരവാദിത്തമാണെന്നും സ്കോറിംഗിലെ കുറവ് പരിഹരിക്കലാണ് ടീം പരിഹരിക്കേണ്ട പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഫ്രഞ്ച് ആരാധകർക്ക് ആശ്വാസമേകി മാസ്ക് ധരിച്ച് എംബാപ്പെ കളിക്കളത്തിൽ ഇറങ്ങുകയാണ്. ജയം എന്നൊന്നല്ലാതെ മറ്റൊന്നും അവിടെ എംബാപ്പയ്ക്ക് മുന്നിലില്ല. അതുകൊണ്ട് കളിക്കളത്തിൽ തീപ്പാറും എന്നുറപ്പിക്കാം. ആ മാച്ച് കാണാൻ കാത്തിരിക്കാം.